അനുഗ്രഹീതമായ പകൽവേളയിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ ആഗതരായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കുന്ന പോലെ ജീവനുള്ള ദൈവം, സർവശക്തനായ ദൈവം, സർവവല്ലഭനായ ദൈവം, അവൻ നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നാമത്തിൽ നാം ജയാളികളാണ്. അവൻ്റെ നാമത്തിൽ നാം ജയാളികളാണ്. അവൻ്റെ നാമത്തിൽ നാം ജയാളികളാണ്. ഇന്ന് പകൽക്കാലം ദൈവകരത്തിൻ്റെ വലിയ സ്പർശനം നൽകി അവിടുന്ന് നമ്മെ ആശീർവദിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾക്കപ്പുറം ആമസോൺ നദിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു കൂട്ടം നാവികർ, അവർ ഈ നദിയിലൂടെ സഞ്ചരിച്ചിരുന്ന ബോട്ട് യന്ത്രത്തകരാറിൽ ഒഴുക്കിൽപ്പെട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിവേഗം ആ ബോട്ട് ഒഴുകി സമുദ്രത്തിൻ്റെ മുഖത്തേക്ക് എത്തിച്ചേർന്നു. നാവികരുടെ പക്കലുണ്ടായിരുന്ന പാനജലം അത് തീർന്നുപോയി. ദാഹാർത്തരായി തീർന്ന ഈ നാവികർ ദാഹജലത്തിനായി ചുറ്റുപാടുകളിലൊക്കെ പരതി. അല്പം പോലും ദാഹജലം ലഭിക്കാതെ ദാഹാർത്തരായി അവർ ആ ബോട്ടിനുള്ളിൽ കഴിയുന്നതായിട്ടുള്ള സാഹചര്യം. യന്ത്രത്തകരാളുള്ള ഈ ബോട്ട് നദീമുഖത്തു നിന്നും സഞ്ചരിച്ച് അത് ഇങ്ങനെ സമുദ്രമുഖത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരം ഭാഗ്യവശാൽ അവരുടെ കണ്ണിൽ അങ്ങകലക്കൂടെ കടന്നു പോകുന്നതായിട്ടുള്ളൊരു കപ്പൽ ദൃഷ്ടിയിൽപ്പെട്ടു. ഇവർ സഞ്ചരിച്ചെന്ന ബോട്ടിൽ നിന്നും അവർ സഹായത്തിനായിട്ടുള്ള സിഗ്നൽ ഈ മറ്റേ കപ്പലിലേക്ക് അയച്ചു. അതോടൊപ്പം തന്നെ ദാഹജലം ആവശ്യമുണ്ട് എന്നുള്ള അഭ്യർത്ഥന ഈ ബോട്ടിൽ നിന്നും മറ്റേ കപ്പലിലേക്ക് ഈ നാവികർ അയച്ചു. അപ്പോൾ മറ്റേ കപ്പലിൽ നിന്നും അതിന് മറുപടിയായി മറ്റൊരു സിഗ്നലിലൂടെ അവർ പറഞ്ഞു, നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ നദീമുഖത്ത് തന്നെ ശുദ്ധജലമുണ്ട്. അതവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഈ അവസരം അവർ ചിന്തിച്ചത്, ഈ കപ്പലിലെ ജീവനക്കാർ തെറ്റായി സിഗ്നൽ നൽകിയതാണെന്ന് ചിന്തിച്ച് അവർ അത്തരത്തിൽ ആ സിഗ്നലിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും അവർ വെള്ളത്തിന് വേണ്ടിയുള്ള അവരുടെ അഭ്യർത്ഥന കേട്ടതായിട്ടുള്ള ഈ കപ്പലിലെ യാത്രക്കാരും അതിലെ ജീവനക്കാരും അത്ഭുതപ്പെട്ടു. കപ്പലിൽ നിന്നും പിന്നെയും ഈ ബോട്ടിലേക്ക് മറ്റൊരു സിഗ്നൽ വന്നു. നിങ്ങൾ സഞ്ചരിക്കുന്ന മേഖലയിൽ നിങ്ങൾ ബക്കറ്റ് താഴ്ത്തി വെള്ളം എടുക്കുക എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിഗ്നൽ പിന്നെയും ഇവർക്ക് ലഭിച്ചു. ഈ ബോട്ടിലെ നാവികർ ഇങ്ങനെ ചിന്തിച്ചു, ഇവർ സിഗ്നൽ അയച്ചതിൻ്റെ പിശക് നിമിത്തമാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നുള്ള ചിന്തയോടെ അവർ കാത്തിരിക്കുമ്പോൾ ഈ ബോട്ടിലെ യാത്രികർ പിന്നെയും സിഗ്നൽ അയക്കുകയാണ്, ഞങ്ങൾക്ക് വെള്ളം വേണം. ഉടനെ മറുപടി ലഭിച്ചു, ബക്കറ്റ് താഴ്ത്തി വെള്ളം കോരിയെടുക്കുക. അവർ സഞ്ചരിച്ചിരുന്ന അതേ മേഖലയിൽ ധാരാളം ശുദ്ധജലമുള്ള മേഖലയായിരുന്നു. അവർ ബക്കറ്റ് താഴ്ത്തി ശുദ്ധജലം എടുക്കുവാൻ തയ്യാറായി. നമുക്കറിയാം, ആമസോൺ നദിയുടെ തീരത്ത് നിന്ന് 100 മൈൽ അധികം ദൂരം സമുദ്രമുഖത്ത് ശുദ്ധജലമുള്ള മേഖലയാണ്. ഇത് തിരിച്ചറിയാതെയാണ് ഈ ബോട്ടിലെ നാവികർ ഈ മറ്റേ കപ്പലിലേക്ക് സഹായത്തിനായിട്ടുള്ള അപേക്ഷയുമായി സിഗ്നൽ അയച്ചത്. ഇന്ന് ഈ പകൽക്കാലം ദൈവസ്ഥലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ പൈതലേ,
വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളുടെ നടുവിൽ വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം ഈ ചിന്തകളോടുള്ള ബന്ധത്തിൽ, ഈ സംഭവ കഥയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം അതിവിദൂരലല്ല, നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരകൻ അങ്ങ് അകലങ്ങളല്ല, ആകാശമേഘങ്ങൾക്കപ്പുറമല്ല. ഇന്ന് പകൽക്കാലം അവൻ നിന്റെ ചാരയുണ്ട്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആമേൻ, നിന്റെ വേദനകളെ മാറ്റാൻ കഴിയുന്നവൻ, നിന്റെ ശൂന്യതകളെ ഇല്ലാതാക്കുവാൻ കഴിയുന്നവൻ, നിന്റെ നഷ്ടങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിയുന്നവൻ, ദാഹാർത്ഥമായി നിന്റെ അവസ്ഥയ്ക്ക് ശമനം വരുത്തുവാൻ കഴിയുന്നവൻ, അവൻ നിനക്ക് സമീപസ്ഥനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം നിന്റെ സമീപത്ത് തന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ആമീൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പ്രശ്ന പരിഹാര സങ്കേതങ്ങൾ തേടി നാം ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. നെട്ടോട്ടം ഓടിയവരാരും അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആമീൻ, പുരാതന ഭക്തയായ ആമീൻ പ്രൈസ് രൂത്ത് എന്ന് പറയുന്ന മഹനീയ വനിത ആമീൻ ഈ യാഥാർത്ഥ്യം ഒരിക്കൽ തിരിഞ്ഞറിച്ചപ്പോൾ അവൾ പറയുകയാ, ഞാൻ എങ്ങും ഓടിപ്പോകാൻ തയ്യാറല്ല. ആമീൻ പ്രൈസ് ദി ലോർഡ്. അവൾ പറയുന്നു, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം. പ്രൈസ് ദി ലോർഡ്. അത് പറയുവാൻ അവളെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? അത് മറ്റൊന്നായിരുന്നില്ല, നവോമിയുടെ ദൈവത്തെ അവൾ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ദൈവത്തെ അവൾ കണ്ടെത്തി. ആമീൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിലെ നെട്ടോട്ടം ഒരു പ്രശ്നത്തെയും പരിഹരിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തിന് സമീപയായി ആമീൻ നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമുണ്ട്. ആരേറ്റെടുക്കുവാൻ തയ്യാറാകും?